കോൺഗ്രസ് ഇപ്പോ 99 സീറ്റാണ് ഓൾ ഇന്ത്യ ലെവലിൽ വന്നിട്ടുള്ളത്. അവർക്ക് എന്താണ് ഇവിടെ പറയാനുള്ളത്? ഇന്ത്യ എന്നൊരു മുന്നണി ഇവര് എല്ലാ ചെകുത്താന്മാരും കൂടിയില്ലെങ്കിൽ ഇതുപോലൊരു ഫിഗർ അവർക്ക് എത്താൻ പറ്റൂ. 75 കൊല്ലം വേണ്ടി വന്നു ഇതുപോലൊരു ഫിഗർ അവർക്ക് കിട്ടാൻ വേണ്ടി. മോദി 10 വർഷം രാജ്യം ഭരിച്ചു. ഇന്ത്യ മുന്നോട്ടാണ്. ലോകരാഷ്ട്രങ്ങൾ മുഴുവൻ ഉദ്വേഗജനകമായിട്ട് തന്നെയാണ് മോദിയുടെ റിസൾട്ടിന് വേണ്ടി കാത്തിരുന്നത്. ഈ സ്റ്റോക്ക് എക്സ്ചേഞ്ച് നോക്കിയാൽ മതി. എത്ര പേരാണ്, ലക്ഷക്കണക്കിന് കോടികളാണ് പിൻവലിച്ചു പോയത്. ഇന്ത്യ മുന്നണി എന്ന് പറയുന്ന ഒരു മുന്നണി ഇല്ലെങ്കിൽ മമതാ ബാനർജി പശ്ചിമ ബംഗാളിൽ ഒരു നിയമസഭ ഇലക്ഷൻ കാണിക്കട്ടെ, ഈ ഇന്ത്യ മുന്നണി നടക്കില്ല. തല്ലി ഓടിച്ചൂടെ CPM ബ്രാഞ്ച് സെക്രട്ടറിമാർ കുമ്മായം കൂട്ടാൻ വരുന്നോട് തേപ്പ് പണിക്കാരെയും വാർക്ക പണിക്കാരെയും കൂടെ എന്തുകൊണ്ട് അവിടെ വികസനം ഇല്ലാണ്ടിരുന്നത്? കേരളത്തിൽ താമര വരിയില്ല എന്ന് പറഞ്ഞു. ആദ്യത്തെ താമര തൃശ്ശൂർ വരിയെന്ന് മുന്നേ തന്നെ പ്രസ്താവിച്ചിട്ടുണ്ടായിരുന്നു. അതിനുള്ള തെളിവാണ് ഇവിടുത്തെ ജനങ്ങളുടെ ഈ വികാരം. പിന്നെ നേരത്തെ ഒരു കാര്യം ചോദിച്ചു, ഇതിനു മുൻപ് ജയിച്ചവരൊന്നും ഒന്നും ചെയ്തില്ല എന്നുള്ളൊരു സംഭവം പറഞ്ഞില്ലേ? ഇവർ ചെയ്തിട്ടുണ്ട്. 35 ലക്ഷം രൂപയ്ക്ക് ഹൈവേയുടെ സൈഡിലൂടെ ബസ് സ്റ്റോപ്പുകൾ പണിത് വെച്ചിട്ടുണ്ട്. കേരള സർക്കാർ ഗവൺമെന്റ് പാവപ്പെട്ട ജനങ്ങൾക്ക് കൊടുക്കുന്നത് 4 ലക്ഷം രൂപ ഒരു വീട് പണിയാൻ. 540 സ്ക്വയർ ഫീറ്റ് അല്ലെങ്കിൽ 530 സ്ക്വയർ ഫീറ്റ്. ഒരു ബസ് സ്റ്റോപ്പിന്റെ സ്ക്വയർ ഫീറ്റ് നിങ്ങൾ അളന്ന് നോക്കിയാൽ കൂടി വന്നൊരു 50 സ്ക്വയർ ഫീറ്റ് ഉണ്ടായിരുന്നു. അതിന്റെ റേറ്റ് അതിന്റെ പുറത്ത് MLA ഫണ്ട് അല്ലെങ്കിൽ MP ഫണ്ട് എഴുതി 35 ലക്ഷം രൂപ. ഞാൻ വെറുതെ പറഞ്ഞല്ല, നിങ്ങൾക്ക് ഹൈവേ വഴിയോരത്ത് നിങ്ങൾക്ക് കാണാൻ കഴിയും. എന്റെ വീട് പട്ടികാടാണ്, ഞാൻ തൃശ്ശൂർക്കാരനാണ്. മണ്ണുത്തി ബസ് സ്റ്റോപ്പുണ്ട്, MP വിൻസെന്റ് MLA, തോട്ടപ്പടിയിലും ബസ് സ്റ്റോപ്പുണ്ട്. ഇതൊക്കെ പണ്ട് വെച്ചിട്ടുള്ളത് ഇവരുടെ വികസനമാണ്, MP ഫണ്ട്. ഇത് നിങ്ങൾ എന്നോട് ചോദിക്കുന്നതിനേക്കാൾ കൂടുതൽ നിങ്ങൾക്ക് ഇതിനെ കുറിച്ച് കൂടുതൽ അറിയാം അല്ലേ? നിങ്ങൾക്കറിയാം. നിങ്ങൾ തീർച്ചയായിട്ടും ഇതിനേക്കാളും കൂടുതൽ വിലയിരുത്തുന്ന ആളാണ്. പിന്നെ നേരത്തെ എന്റെ തൊട്ടടുത്തിരുന്ന ആളടുത്ത് ചോദിച്ചു, മോദി റിട്ടേൺ തന്നെ വരും. 292 സീറ്റാണ് നിലവിൽ. 242 BJPയുടെ മാത്രം, NDAയുടെ മാത്രമായിട്ട്. NDA അല്ല, BJP 242 ഇതിൽ അഖിലേഷ് യാദവും ഈ ചന്ദ്രബാബു നായിഡുവും കൂടിയിട്ടുള്ള ഒരു അധികാര വടംവലി. അത് കോൺഗ്രസിന്റെ ഭാഗത്തു നിന്നുള്ള കുറച്ച് അധികാര വടംവലികൾ. അവർക്ക് അധികാരം കിട്ടാൻ വേണ്ടിയിട്ട് കോൺഗ്രസ് ഇപ്പോ 99 സീറ്റാണ് ഓൾ ഇന്ത്യ ലെവലിൽ വന്നിട്ടുള്ളത്. അവർക്ക് എന്താണ് ഇവിടെ പറയാനുള്ളത്? ഇന്ത്യ എന്നൊരു മുന്നണി ഇവര് എല്ലാ ചെകുത്താന്മാരും കൂടിയില്ലെങ്കിൽ ഇതുപോലൊരു ഫിഗർ അവർക്ക് എത്താൻ പറ്റൂ. 75 കൊല്ലം വേണ്ടി വന്നു ഇതുപോലൊരു ഫിഗർ അവർക്ക് കിട്ടാൻ വേണ്ടി. മോദി 10 വർഷം രാജ്യം ഭരിച്ചു. ഇന്ത്യ മുന്നോട്ടാണ്. ലോകരാഷ്ട്രങ്ങൾ മുഴുവൻ ഉദ്വേഗജനകമായിട്ട് തന്നെയാണ് മോദിയുടെ റിസൾട്ടിന് വേണ്ടി കാത്തിരുന്നത്. ഈ സ്റ്റോക്ക് എക്സ്ചേഞ്ച് നോക്കിയാൽ മതി. എത്ര പേരാണ്, ലക്ഷക്കണക്കിന് കോടികളാണ് പിൻവലിച്ചു പോയത് മോദിജി. ഇവരാണെങ്കിലോ ഇവരെ വിശ്വാസം ഉണ്ടെങ്കിൽ ഇവരൊരിക്കലും പിൻവലിക്കില്ല. സത്യമാണ്. അത് ജനങ്ങൾക്കറിയാം. അങ്ങനെയൊക്കെ പറയാമെന്ന് മോശമായ വാക്കാണ്. അത് നമ്മുടെ പൊളിറ്റിക്സിന് പറ്റിയ ഒരു വാക്കല്ല. ഇത് ജനങ്ങൾ തീരുമാനിക്കട്ടെ. ഇത് ഇന്ത്യ മുന്നണി എന്ന് പറയുന്ന ഒരു മുന്നണി ഇല്ലെങ്കിൽ മമതാ ബാനർജി പശ്ചിമ ബംഗാളിൽ ഒരു നിയമസഭ ഇലക്ഷൻ കാണിക്കട്ടെ, ഈ ഇന്ത്യ മുന്നണി നടക്കില്ല. 35 കൊല്ലം ഇവര് CPM അവിടെ അടിച്ചു തകർന്നു വികസനം കൊണ്ടുവന്ന കഥാപാത്രം. തല്ലി ഓടിച്ചൂടെ CPM ബ്രാഞ്ച് സെക്രട്ടറിമാർ കുമ്മായം കൂട്ടാൻ വരുന്നോട് തേപ്പ് പണിക്കാരെയും വാർക്ക പണിക്കാരെയും കൂടെ എന്തുകൊണ്ട് അവിടെ വികസനം ഇല്ലാണ്ടിരുന്നത്? മമതാ ബാനർജി ഇതേപോലെ നിയമസഭയിലും കാണിക്കട്ടെ, ഇന്ത്യ മുന്നണിക്കൊപ്പം നിൽക്കട്ടെ. മോദിക്കെതിരെ ഈ ചെകുത്താന്മാർ മുഴുവൻ മോദിക്കെതിരെ. എന്തിന്? നല്ലതൊരാളാ എതിർക്കാൻ വേണ്ടി മാത്രം. കാശ്മീർ വിഷയം ഉണ്ടായി, 370 എടുത്തു കളഞ്ഞു കഴിഞ്ഞ ലോക്സഭ ഇലക്ഷൻ. ഇതാണ് ഇവർക്ക് ചൊടിപ്പിച്ചൊരു വിഷയം. 75 കൊല്ലം കോൺഗ്രസ് ഭരിച്ചിട്ട് നടക്കാത്തൊരു കാര്യം. അയോധ്യ ക്ഷേത്രം പണിതു. ഈ കഴിഞ്ഞ ലോക്സഭ ഇലക്ഷന് മുഴുവൻ രാഹുൽ ഗാന്ധിയും സോണിയാജിയും, ഗാന്ധി കുടുംബം എന്ന് പറയുന്നുണ്ടെങ്കിൽ ഗാന്ധി എല്ലാവരും നെഹ്റു കുടുംബമാണ്. ഇവർക്ക് കഴിയാത്തൊരു കാര്യമാണ് മോദിജി ഈ 10 വർഷം കൊണ്ട് ചെയ്തത്. ഈ ലഡാക്കിൽ, ഈ കാശ്മീരില് ഇന്ത്യൻ പതാക ഈ 75 കൊല്ലത്തിന് ശേഷം ഉയർത്തിയത് മോദിജി തന്നെയാണ്. അത് ഇവർക്ക് സഹിക്കുന്നില്ല. തീർച്ചയായും നടപ്പിലാക്കും. അതിന് ഇപ്പോഴുള്ള അധികാര വടംവലി നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യം അതുമായി ഭരണത്തിലേറി കഴിഞ്ഞാൽ തീർച്ചയായും നടപ്പിലാക്കിയിരിക്കും. അതിനുവേണ്ടി നിങ്ങളും കൂടി പ്രാർത്ഥിക്കണം.